ഏവർക്കും നമസ്കാരം. ദ 2 AM മൈൻഡിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതുപ്പള്ളിയുടെ മാത്രമല്ല കേരളത്തിലെ ഒന്നാകെ ജനങ്ങളുടെ ഹൃദയം കവർന്ന ചാണ്ടി ഉമ്മനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. പലരും എക്സ്പെക്ട് ചെയ്യുന്നു ഇപ്പൊ എന്നെ അപ്പയുടെ കൂട്ട് തന്നെ ഇപ്പൊ അദ്ദേഹം 53 വർഷം അസംബ്ലിയിൽ നിന്ന് പ്രവർത്തിച്ച അങ്ങനെയാണോ, അങ്ങനെയുള്ള ചില ചിന്തകളുള്ള ചില ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ എനിക്ക് പറ്റും. ആൾക്കാരുടെ ഇതൊരു പെർസെപ്ഷൻ ക്രിയേഷൻ. ആ പെർസെപ്ഷൻ ക്രിയേഷൻ നമ്മള് നേരിട്ടില്ലെങ്കിൽ നാളെ ഈ ഒരു പെർസെപ്ഷൻ ജനങ്ങളിലേക്ക് ഇവർ പറഞ്ഞു ചില അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ അങ്ങനെ പറയുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കും. അദ്ദേഹത്തിന്റെ പേര് മന്ത്രിസ്ഥാനത്തേക്ക് വരുത്തുക, ഗവർണറിന്റെ വീട്ടിലേക്ക് എത്തുന്നതിന്, മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പേ പേര് മാറ്റുക, മാധ്യമങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. എന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ബാബാ സാഹേബ് അംബേദ്കറാണ്. അദ്ദേഹം ജീവിതകാലം മൊത്തം പഠിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ വെല്ലാൻ ഇന്ത്യയിൽ ഒരു നേതാവിന് സാധിക്കത്തില്ല. പബ്ലിക്കിന്റെ പുറത്ത് കുതിര കയറുന്ന ഒരു ലീഡർഷിപ്പ് അല്ല, പബ്ലിക് സെർവന്റായി നിൽക്കുന്ന ലീഡർഷിപ്പാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോട് ഇടപെട്ടാൽ മാത്രം മതി. അതിന് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും ഫാക്ടർ അല്ല. നമുക്ക് പൊളിറ്റിക്സ് വേണം, പക്ഷെ പൊളിറ്റിക്സ് ഓവർ ആവരുത്. എന്തായിരിക്കും ആ മുഖ്യമന്ത്രിയുടെ മകന്റെ വിചാരം? മൈൻഡിലേക്ക് വെൽക്കം സാർ. ആദ്യമായി കൺഗ്രാജുലേഷൻസ്. പുതുപ്പള്ളിയുടെ ഹൃദയം തുറന്ന് കൈനീട്ടിയവർ സ്വീകരിച്ചിരിക്കുകയാണ്. അവർ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളും പുതിയൊരു ലീഡർഷിപ്പിനെ വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്നൊരു സമയമാണ്. ഈ സമയത്ത് സാറിനെ കാണാനും ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് സംസാരിക്കാനുള്ള അവസരം തന്നെ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. സാധാരണ എല്ലാവരും ചോദിക്കുന്ന പോലെ ഇപ്പോഴെന്താണ് മനസ്സിലുള്ള ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും വലിയൊരു വിജയം പുതുപ്പള്ളിയിലെ ജനങ്ങൾ എനിക്ക് തന്നു. അത് വലിയ സന്തോഷം നൽകുന്നതാണ്. അതുപോലെ കേരളത്തിലെ ജനങ്ങൾ വലിയ വിജയം UDF കൊടുത്തു. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്ക് ശേഷം മറ്റൊരു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരിക എന്നാണ് നമ്മളെല്ലാം ആഗ്രഹമായിരുന്നു. കാരണം 10 വർഷക്കാലത്ത് ഇടപെടുന്ന വെച്ചാൽ യൂഷ്വലി ഉള്ളതല്ല. വലിയ സന്തോഷമുണ്ട്. അതിന്റെ ആവേശത്തിലാണ് നമ്മളെല്ലാം. ശരിക്കും ആളുകൾ ചാണ്ടി ഉമ്മൻ എന്താണെന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, 2 LLM പോസ്റ്റ് ഗ്രാജുവേഷൻ, എംഫിലിന്റെ പകുതി ഏതാണ്ട് ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ലൈനിൽ. എംഫില് സത്യം പറഞ്ഞാൽ അത് പൂർത്തിയാക്കേണ്ടതായിരുന്നു, പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അത് പൂർത്തിയാക്കിയില്ല. അത് ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയ ക്രിമിനോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അത് താല്പര്യത്തിന്റെ പേരിൽ പഠിച്ചതാണ്. അല്ല, എനിക്ക് ക്രൈം പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ എടുത്തൊരു സബ്ജക്റ്റ്. അപ്പൊ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ക്രൈം ചെയ്യണമെന്നായി. ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഇനിയും LLM ചെയ്താലും സന്തോഷമുള്ളൂ. വെരി നൈസ്. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഉണ്ടായിരുന്നു, ഡോക്ടർ സിംഗിയുടെ കൂട്ടത്തിലായിരുന്നു. പക്ഷെ അതിനകത്ത് ഇപ്പൊ ഒരു ഫുൾ ഫോക്കസ്, ഇപ്പൊ പൊളിറ്റിക്സ് ഉള്ളത് ഫുൾ ഫോക്കസ് ഒരിക്കലും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഫുൾ ഫോക്കസ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതിലൊരിക്കൽ ചെറിയൊരു ക്ഷതമുണ്ട്. എല്ലാം കഴിഞ്ഞ ഉടനെ പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അതെ അതെ അതെ. അപ്പോൾ ഒരുപാട് ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള ആ ലെഗസിയാണ്. യഥാർത്ഥത്തിൽ അതൊരു ഭാരമാണോ, അതൊരു വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്നതാണോ? ഇപ്പോൾ ഭാരം ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആണ്. അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് എളുപ്പമല്ല. ഇപ്പം പലരും എക്സ്പെക്ട് ചെയ്യുന്നു ഇപ്പൊ എന്നെ അപ്പയുടെ കൂട്ട് തന്നെ ഇപ്പൊ അദ്ദേഹം 53 വർഷം അസംബ്ലിയിൽ നിന്ന് പ്രവർത്തിച്ച അങ്ങനെയാണോ, അപ്പൊ അദ്ദേഹം ഏത് ചോദ്യത്തിനും ഉത്തരം കൊടുക്കണം, ഏത് ചോദ്യത്തിനും അദ്ദേഹം മറുപടി കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ചില ചിന്തകളുള്ള ചില ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ എനിക്ക് പറ്റുമോ? ഇപ്പൊ ഞാന് 2 വർഷമായിട്ട് MLA ആയിട്ടുള്ളൂ. ഇപ്പൊ ചിലർ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ 53 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നാൽ തന്നെ ഞാൻ എന്താ പറയാ വലിയ രീതിയിൽ സംസാരിക്കണം. എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അവസരം കിട്ടുന്നതിന് എല്ലാം വിലയിരുത്തിയിട്ട് പറയുകയാണ് മെച്ചൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ അതൊരു ശരിയായ ഒരു സമീപനമല്ല. അപ്പം അദ്ദേഹത്തെ എന്നിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരാൾക്കും പറ്റത്തില്ല. മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ഇപ്പൊ CM-ന്റെ കൂട്ട് അല്ലെങ്കിൽ HM-ന്റെ കൂട്ട് ഒരാളെ എന്നും പ്രതീക്ഷിക്കാൻ സാധിക്കും. അങ്ങ് അസംഷൻ ഒരിക്കലും പാടില്ല എന്നുള്ളതായിരിക്കും. അതെ, ശരിക്കും എസ്പെഷ്യലി കേരളത്തിലെ ആൾക്കാർക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ഉള്ളവരുണ്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതീക്ഷ വെക്കുന്നവരുണ്ട്. അപ്പം അത് വ്യാജ പ്രചരണങ്ങൾ നടത്തുക. ചില വലിയ എന്താ പറയാ പേരുള്ളവർ തന്നെ ഇല്ലാത്ത കഥ ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ അസംബ്ലിയിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു പോഡ്കാസ്റ്റ് കേട്ടു. അതിനകത്ത് ഞാൻ അസംബ്ലിയിൽ ഇരിക്കുന്നില്ല എന്ന്. ഞാൻ 2 വർഷമായിട്ടുള്ളൂ MLA ആയിട്ട്. എന്റെ അറ്റൻഡൻസ് ആർക്കും കാണാൻ പറ്റുന്നു. എനിക്ക്
80% അറ്റൻഡൻസും ഉണ്ട്. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളുമായിട്ടാണെന്ന് എന്റെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് വലിയ വിജയം എനിക്ക് നൽകിയത്. അപ്പം അസംബ്ലിയിൽ ഇരിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള വ്യാജ വാർത്തകൾ പറഞ്ഞുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് വളർന്നു തുടങ്ങുമ്പോൾ അതേപോലെ തന്നെ ഇതേപോലെ ഉള്ള ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അത് ഇതിന്റെ ഒരു പാർട്ടാണല്ലോ. സ്വാഭാവികം. ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ഇത്തരത്തിലുള്ള അവസ്ഥകളെ എക്സ്പീരിയൻസ് അടുത്ത അസംബ്ലി തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത അസംബ്ലി തുടങ്ങിയപ്പോ തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇതൊരു പെർസെപ്ഷൻ ക്രിയേഷൻ. ആ പെർസെപ്ഷൻ ക്രിയേഷൻ നമ്മള് നേരിട്ടില്ലെങ്കിൽ നാളെ ഈ ഒരു പെർസെപ്ഷൻ ജനങ്ങളിലേക്ക് ഇത് ഇവര് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അതൊരു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അത്രയും വലുതാണല്ലോ. അതെ, അത് ചില അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ അങ്ങനെ പറയുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കും. അതാണ് നോക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് സാറിന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തില് ആ വലിയ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പിന്നെ CPM പോലെയുള്ള പാർട്ടിക്കാരെ എതിർത്ത് നിന്നപ്പോൾ ഒരു കോൺഗ്രസിന് പരിചയമായിട്ട് നിന്ന് പല സന്ദർഭങ്ങളിലും ചാണ്ടി ഉമ്മൻ അവിടെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടി എങ്ങനെയാണ് CPM എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്, പല സന്ദർഭങ്ങളിലും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടു. ഒരു പരിധി വരെ ഒരു വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു ലീഡർ പറയുന്ന പോലെ തന്നെയാണ് ചാണ്ടി സംസാരിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനതയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചാണ്. അപ്പോൾ ഒരു പക്ഷേ അത് കിട്ടിയിട്ടുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അപ്പയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒരു സ്ട്രെങ്ത് ഒക്കെ തന്നെ ആവില്ലേ അങ്ങനെ പറയാൻ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി, പുറത്തൊരു മുഖ്യമന്ത്രിയുടെ മകൻ, അദ്ദേഹത്തിന്റെ പേര് മന്ത്രിസ്ഥാനത്തേക്ക് വരുത്തുക, എന്നിട്ട് ഗവർണറിന്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പേ പേര് മാറ്റുക. മാധ്യമങ്ങൾ ചെയ്യുന്ന പരിപാടിയാ. എന്തായിരിക്കും ആ മുഖ്യമന്ത്രിയുടെ മകന്റെ റിയാക്ഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന്റെ റിയാക്ഷൻ? ഇതൊക്കെ കൃത്യമായി കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. എന്നിട്ടും നമ്മളെ ഇങ്ങനെ എഴുതി കാണിക്കാനുള്ള ശ്രമം നടത്തുന്നത് അത് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ചില കോണിൽ ഉണ്ടാകുന്ന പ്ലാൻഡ് അറ്റാക്കാണ്. അതിന് മറുപടി പറയാതിരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും പറയുക തന്നെ വേണം. ചില സമയങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം, പറയുക തന്നെ വേണം. ഇനി അത് പറയാനും അതിന് ശക്തിയുക്തമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, അതുപോലെ ആ ഒരു പാരമ്പര്യം, ആ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചാണ്ടി ഉമ്മനുണ്ട്. ഈ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പൊസിഷനിൽ? കാരണം കേരളത്തിന് പുറത്തെ കോളേജിലാണ് പഠിച്ചത്, കൂടുതലും ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെയാണ് പഠിച്ചത്. അത് ഈ പേഴ്സണാലിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഒത്തിരി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു പഠനത്തിലൂടെ. പക്ഷെ എനിക്കത് പോരാന്ന് തോന്നിയിട്ടുള്ളൂ. ഞാനിപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അത് പോരാ, ചൂടെ എഫേർട്ട് എടുക്കണം എന്നൊരു തോന്നലുണ്ട്. ഞാൻ ഈ PhD കാര്യം ഞാൻ നമുക്ക് എത്ര പഠിക്കുന്നു, അത് എൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ബാബാ സാഹേബ് അംബേദ്കറാണ്. അദ്ദേഹം ജീവിതകാലം മൊത്തം പഠിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ വെല്ലാൻ ഇന്ത്യയിൽ ഒരു നേതാവിന് സാധിക്കത്തില്ല. അത്രയ്ക്ക് ഡിഗ്രീസ് ഉള്ള ലോകത്തിലെ തന്നെ അപൂർവം നേതാക്കളുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം എടുത്ത പോലെ ആർക്കും സാധിക്കത്തില്ല. എങ്കിലും അദ്ദേഹം നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ജീവിതത്തിന്റെ അവസാനം വരെ തുടർച്ചയായ പഠനം അദ്ദേഹം അത് കൊണ്ടുപോയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ലൈഫ് ലോങ് ലേണർ. അതിനകത്ത് ഡിഗ്രി എടുക്കുമെന്ന് തന്നെ ഇല്ല. അപ്പം അപ്പ പറയാ ജനങ്ങളാണ് പാഠപുസ്തകം. നമുക്ക് അങ്ങനെ ഒരു ആക്സസ് കിട്ടുക എളുപ്പമല്ല. അപ്പം ജനങ്ങളൊപ്പം തന്നെ നമ്മുടെ പഠനവും നടക്കണം. അപ്പയുടെ കാലത്ത് ഒരു പക്ഷേ ഈ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് വലിയ, കാരണം ദാരിദ്ര്യം തൊട്ടറിഞ്ഞ് കണ്ടിട്ടുണ്ട്, ഇല്ലായ്മകൾ കണ്ടിട്ടുണ്ട്, ആളുകളുടെ ജെന്യുവിൻ ആയിട്ടുള്ള ജീവിതം കണ്ടിട്ടുണ്ട്, കൺസേൺ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവരുടെ അത്ര ഇപ്പം സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിൽ ആ ജീവിതമൊക്കെ ഇന്ന് ഒത്തിരി വ്യത്യാസമല്ലേ. അവരുടെ തലമുറ എന്ന് പറഞ്ഞാൽ അങ്ങനെ തീച്ചൂടിലൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ അതിൻ്റെതായ ഉൾക്കരുത്തുണ്ട്. അപ്പൊ നമ്മളിച്ചൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈഫ് നേടുക. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, പട്ടിണിയില്ല, പരിവട്ടമില്ല, രാജ്യം വളരെ ശക്തമായി നിൽക്കുന്നു, ഈ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നു. നമ്മൾ അന്നൊരു കാലം എന്ന് പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കുമെങ്കിലും നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ഭാരതം പറഞ്ഞ വലിയ സാമ്പത്തിക പവറായി,
കേരളം അതിനകത്ത് ഒരു സൂപ്പർ പവറായി എന്ന് പറയാം. ഇന്റലക്ച്വലി കേരളം ഒരു സൂപ്പർ പവറാണ് ഇന്ത്യയിലെ തന്നെ. ഇന്റലക്ച്വൽ കാരണം ഇന്ത്യയിലെ ചെറുപ്പക്കാര് ഒത്തിരി പേര് പോകുമ്പോൾ അതിനകത്ത് നല്ല ശതമാനം മലയാളികളാണ്. ലോകത്ത് വിവിധ ഭാഗങ്ങൾ പോയി കേരളത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതെ അതെ അപ്പൊ കേരളത്തിന് അങ്ങനെ ഒരു പവർ നിൽക്കുന്നതുകൊണ്ട് ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. പുതിയ ഭരണം കൂടുതൽ പ്രതീക്ഷയുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. സാധാരണക്കാർക്ക് പോലും വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതാണ് പുതിയ മുഖ്യമന്ത്രിയിൽ. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി നടത്തിയൊരു പ്രസ്താവന, സബ്സ്റ്റൻസ് അബ്യൂസ് എസ്പെഷ്യലി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് കൃത്യമായ സമീപനം കൈക്കൊള്ളും. അത് നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ കില്ല് ചെയ്യുന്ന ഒരു ഹാബിറ്റാണല്ലോ, മയക്കുമരുന്ന്, മദ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ചെറുപ്പക്കാരെ കുറിച്ചുള്ള പ്രതീക്ഷ, ചാണ്ടിമൻ ഒരു ചെറുപ്പക്കാരനായതും കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചാണ്ടി തീർച്ചയായിട്ടും ഇവരാണ് നമ്മുടെ ബാക്ക് ബോൺ. അതെ ഇവരില്ലെങ്കിൽ ഇന്ത്യയില്ല, കേരളമില്ല. നാളത്തെ ഇന്ത്യയും കേരളവും സൃഷ്ടിക്കാൻ പോകുന്നത് ഇവർ തന്നെയാണ്. അതിലാണ് ഞങ്ങളുടെ പൂർണ്ണമായ പ്രതീക്ഷ. അതിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ പോലെയുള്ള ലീഡേഴ്സാണ് അതിന് മുൻനിരയിൽ നിൽക്കേണ്ടത്. ഒരു സെർവന്റ് ലീഡർഷിപ്പ് എന്നുള്ളത് ടേം കേട്ടിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ ആപ്റ്റ് ആവുമോ? ഇന്ത്യയിൽ ലോകത്ത് എമ്പാടും ഏറ്റവും ആപ്റ്റ് സെർവന്റ് ലീഡർഷിപ്പ്. ബിക്കോസ് പബ്ലിക്കിന്റെ സെർവന്റ് ആവുമോ ഞങ്ങളല്ല. ഇപ്പൊ നമ്മുടെ പബ്ലിക്കിന്റെ പുറത്ത് കുതിര കയറാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം പബ്ലിക്കിന്റെ പുറത്ത് കുതിര കയറുന്ന ഒരു ലീഡർഷിപ്പ് അല്ല, പബ്ലിക് സെർവന്റ് ആയി നിൽക്കുന്ന ലീഡർഷിപ്പാണ് നോക്കുന്നത്. തമിഴ്നാട്ടിലെ വിജയുടെ വിജയം, അവര് സ്വാധീനിക്കപ്പെട്ട് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരിൽ ഒരു മാസ് എൻട്രി കൊണ്ടുവന്ന് അതിലൂടെ എമ്പതി കൊണ്ടുവന്ന് അതിലൂടെ കണ്ടന്റ് പകർന്നു കൊടുത്ത് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ലീഡർഷിപ്പ് നിരയിലേക്ക് വന്ന് മുഖ്യമന്ത്രിയായ ഒരാളാണ്. കേരളത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഈ ഒരു കോൺസെപ്റ്റ് അതിലൂടെ സ്ട്രാറ്റജി, ആൾ നല്ല സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് അത്രയും പെട്ടെന്ന് കേരള ജനതയിൽ സ്വാധീനിക്കപ്പെടാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിനകത്ത് കേരള മോഡൽ ആണ് ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. തമിഴ്നാട് പൊളിറ്റിക്സ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചോദിക്കുന്നതിന് പ്രസക്തി ഒന്നും തോന്നുന്നില്ല. കാരണം കേരള മോഡൽ പൊളിറ്റിക്സ് ആയിരിക്കും ലോകത്തെമ്പാടും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്റെ അഭിപ്രായത്തിൽ. കാരണം പീപ്പിൾ ഓറിയന്റഡ് പൊളിറ്റിക്സ്, പീപ്പിൾ സെലക്ടഡ് ലീഡേഴ്സ്, അത് എംപതി കാണിക്കുന്ന ലീഡർഷിപ്പിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു അക്സെപ്റ്റൻസ് കുറവില്ല. അവരെ സ്വീകരിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോട് ഇടപെട്ടാൽ മാത്രം മതി. അതിന് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും ഫാക്ടർ അല്ല. തമിഴ്നാട് മോഡലിന്റെ ഒരു പ്രശ്നം വെച്ചാൽ അതൊരു കുറച്ചുകൂടി ഒരു ഫാന്റസി ഓറിയന്റഡ് ആണ്. അതൊരു ഫിലിം, ആ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും അവിടെ ഉണ്ട്. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഉയർന്നു വന്ന ലീഡേഴ്സ് ജനങ്ങളോടൊപ്പം എമ്പതി കാണിച്ചാൽ അവര് പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ ഇപ്പം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളതാണ് നമ്മള്. അതെ, സ്പിരിച്വാലിറ്റിയിൽ ആഴത്തിൽ പഠിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഞാൻ സ്പിരിച്വൽ കോച്ച്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന ആളും കൂടെയാണ്, ലൈഫ് കോച്ച്മാരെ മാത്രമല്ല. അപ്പോൾ ചാണ്ടിയുടെ കൺസെപ്റ്റിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മതത്തിന് അതീതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിയൽ സ്പിരിച്വാലിറ്റി അതാണ്, നമ്മുടെ ഒരു ചോദ്യമാണ്, ഒരു അവയർനെസ് ആണ്, ഒരു കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാക്ടീസോ റെഗുലർ പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മള് മതത്തിന്റെ അടിസ്ഥാനത്തിലും വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ ഡിവൈഡഡ് ആണ്. പക്ഷെ ദൈവം അങ്ങനെ ഡിവൈഡ് ആകാൻ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പ്രപഞ്ച ശക്തിയേ ഉള്ളൂ എന്ന് എന്റെ വിശ്വാസം. ആ പ്രപഞ്ച ശക്തിക്ക് പലതരത്തിൽ പ്രപഞ്ച ശക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനുഷ്യൻ വഴി കണ്ടെത്തും. അപ്പം പക്ഷെ ആ പ്രപഞ്ച ശക്തി നമ്മളെ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ദൈവം കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ചുറ്റും നമ്മൾ ആൾക്കാരെ നോക്കുമ്പോൾ നമ്മൾ വേർതിരിച്ച് കാണുന്നുണ്ട്. പക്ഷെ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളെല്ലാം തുല്യരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കണ്ടില്ല, ദൈവത്തിനാണ്. അപ്പം തീർച്ചയായിട്ടും ആ ഒരുമയിലാണ് നമ്മുടെ നാടിന്റെ സമാധാനം ഇരിക്കുന്നത്. ആ ഒരുമയിലാണ് ലോകത്തിന് സമാധാനം ഇരിക്കുന്നത്. അത് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്. അത് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ജീവിത വിശുദ്ധി കൊണ്ടും കരുണ കൊണ്ടും കരുതൽ കൊണ്ടും മാനവീയത എന്താണെന്ന് ലോകത്തെ കാണിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദനാണെങ്കിലും ഈ ഇവിടുത്തെ ഭാരതത്തിന്റെ ദർശനമാണെങ്കിലും 7000 വർഷത്തെ സംസ്കാരത്തിന്റെ ദർശനമാണെങ്കിലും ഇപ്പൊ ക്രൈസ്തവ ദർശനമാണ്, എല്ലാ മതങ്ങളും ഒരു ഇതിൽ പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. എല്ലാവരും ഒരു അനന്യത എല്ലാവരിലും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാം ഒന്നാണ് എന്നുള്ള രീതി, എല്ലാവരും ഒന്നാണെന്നുള്ള രീതി. അല്ലെ, ക്രിസ്തു തന്റെ ദർശനത്തിൽ പറഞ്ഞത് നല്ലവനെ ശബരിക്കാനെ കുറിച്ച്. സ്വന്തം മതത്തെ അല്ല അദ്ദേഹം പൂരിക്കുക പറഞ്ഞത്, മറ്റൊരു മതം, അതായത് യഹൂദ മതത്തിന്റെ
വിശ്വാസത്തിൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞവരാണ് ഉം. ശബരി. അവരാണ് നല്ലവരെന്ന് പറഞ്ഞത്. സ്വന്തം മതത്തെ ചോദിച്ച് പിടിച്ചില്ല. അപ്പൊ നമ്മൾ ഇന്ന് മറ്റുള്ളവരിലുള്ള നന്മ വേണമെന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ സാരാംശം. ചാണ്ടിയും എന്ന രാഷ്ട്രീയക്കാരനല്ല ഞാൻ പറയുന്നത്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു യുവാവ് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു ബോധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എത്ര പെർസെൻറ്റേജ് ഫൊർഗീവ് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയക്കാരനല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, നമുക്ക് ഫോർഗീവ്നെസ് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫോർഗീവിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഹെൽഡപ്പ് ആവും ഉറപ്പായിട്ടും. കാരണം ലൈഫിൽ അറിയാം, എനിക്ക് നമുക്കെല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് പറയാണ്. അപ്പോൾ നമ്മളെ അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ നമ്മള് ഫോർഗീവ്നെസ് സീക്കുന്ന ആൾക്കാരാണല്ലോ. നമ്മൾ പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും അവരുടെ രീതിയിൽ ഫോർഗീവ്നെസ് സീക്കുകയാണ്. നമുക്ക് ഫോർഗീവ്നെസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യേണ്ടത് നമ്മൾ ഫോർഗീവ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും യേശു ക്രിസ്തു പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ഫോർഗീവ് ചെയ്യാൻ നമുക്ക് ഫോർഗീവ്നെസ് കിട്ടും. മറ്റൊരാളെ ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ഫോർഗീവ്നെസ് കിട്ടും. സത്യമാണത്. അപ്പൊ അതുകൊണ്ട് ചൈൽഡ്ഹുഡ് ആണ് ഒരു കുട്ടിയെ കണ്ടീഷൻ ചെയ്യുന്നത് അല്ലേ? അപ്പം ക്രിമിനോളജി പഠിക്കുമ്പോഴേ സൈക്കോളജിയുടെ ഒരു പാർട്ട് ഉണ്ടാവുമല്ലോ, കുറച്ച് പഠിക്കണം. ഇപ്പം LLM-ലാണെങ്കിലും നിയമം പഠിക്കുമ്പോഴും ക്രൈം പഠിക്കുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് ഒരു ക്രിമിനലിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. ഇന്ന് കേരളത്തിൽ പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അൺഫോർച്ചുനേറ്റ്ലി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും നമ്മളെ മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. ഒരു കുഞ്ഞിന് നേരെ ഉണ്ടായ സ്വന്തം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവർ തന്നെ, കെയർടേക്കേഴ്സ് തന്നെ കുട്ടിയോട് നേരെ കാണിച്ച ഒരു അനീതി എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഇങ്ങനെ ഒരു മാർജിനലൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം ഉള്ളവരാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കാത്തവരാണ്, ജീവിക്കാൻ വകയുള്ളവരാണ്. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ പരിമിതിയിൽ അല്ലാതെ അല്ലെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ അവരെ അവയർനെസ് കൊടുക്കാൻ പറ്റും? അത് ചെയ്യേണ്ടതല്ലേ? അല്ല, നമുക്കിപ്പോൾ അവയർനെസിന്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എഫക്റ്റീവ് റൂൾസിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ വരുന്ന നാളുകളിൽ നമുക്ക് ഒരു എന്താ പറയാ, പ്രൊട്ടക്ഷൻ റൂൾസ് കൂട്ടുക അല്ലെങ്കിൽ ലോസ് കൂട്ടുക എന്നുള്ളത് അതിന് ഓപ്ഷനുള്ളൂ. ഫിയർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രൈം ഇപ്പൊ വിദേശ രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ അതിൽ സംശയമില്ല. നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ലോസ് റെഗുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതേസമയം ഫേക്ക് ആയിട്ടുള്ള കേസസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഏത് തലത്തിലാണെങ്കിലും. അപ്പം ഇത് രണ്ടും ഒരു ബാലൻസ് വെച്ച് കൊണ്ടുവരും. ഇപ്പൊ ഈ കേസ് തന്നെ കുട്ടിയെ അമ്മ ആണ് അപകടപ്പെടുത്തിയെന്ന് പറയുന്നു. അപ്പൊ നിയമം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇവര് എല്ലാത്തിനും 2 വശമുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ഇതൊരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ്. അവൻ എത്ര കാലം ജീവിക്കേണ്ടവനാണ്. അത് ശരിയായ പണിഷ്മെന്റ് കൊടുത്ത് ചെയ്യാനുള്ള നിയമ സംവിധാനം ഇന്നുണ്ടോ കേരളത്തിന്? എനിക്ക് എക്സാക്ട്ലി അതങ്ങോട്ട് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഇപ്പം വിദേശ രാജ്യത്ത് പേരൻസ് കുട്ടികളെ അടിക്കാൻ പോലും പറ്റത്തില്ല. 2 വശമുണ്ട്. അടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളർന്ന സംസ്കാരം അതല്ല. നമ്മുടെ പേരൻസ് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇന്നും അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണ് നമ്മുടെ വിശ്വാസം. വിദേശ രാജ്യത്ത് പോകുമ്പോഴത്തേക്ക് വേറൊരു കൾച്ചറും കൺസെപ്റ്റുമാണ്. പക്ഷെ അപ്പം അതാണ് അവിടെ ഒരു ബാലൻസിന്റെ ഒരു പ്രശ്നമാണ്. മാറുന്ന ലോകത്തിൽ, മാറുന്ന കേരളത്തിൽ, മാറുന്ന ഇന്ത്യയിൽ ചൈൽഡ് റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യണം. അത് പേരൻസിന്റെ കയ്യിൽ നിന്നാണെങ്കിലും അപകടം പറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മള് പാരന്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പ്രീമാറ്റർ വർക്ക്ഷോപ്സുകളുണ്ട്, പ്രീമാറ്റർ ക്ലാസ്സുകളുണ്ടെന്ന് തോന്നുന്നു കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ഉണ്ടെന്ന് തോന്നുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് പറ്റില്ല. പക്ഷെ ആ സമയത്ത് തന്നെ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം, ആ കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം, അതിന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ചെയ്യേണ്ടതല്ലേ? എല്ലാ കമ്മ്യൂണിറ്റി അനുസരിച്ചല്ല, എല്ലാ സിറ്റിസൺസിനും അണ്ടർഗോ ചെയ്യേണ്ട ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു പദ്ധതി വേണമെങ്കിൽ ആലോചിക്കാം. അത് കാരണം ഞാൻ കമ്മ്യൂണിറ്റി ബേസിലല്ല പറഞ്ഞ, ഉണ്ട് മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഡിവോഴ്സ്, കല്യാണം കഴിച്ച ഉടൻ ഡിവോഴ്സ് കിടക്കും. അതാണ് എക്സ്പെക്ടേഷനാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ഇതല്ല എൻ്റെ കോൺസെപ്റ്റിലുള്ള മാരേജ് ലൈഫ്, എൻ്റെ കോൺസെപ്റ്റിലുള്ള ഹസ്ബൻഡ് ഇതല്ല, വൈഫ് ഇതല്ല. അപ്പോൾ ശരിക്കും അതൊരു കോഴ്സ് സർക്കാർ തരത്തിൽ കൊണ്ടുവന്നത്, ആ കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് വിവാഹത്തിന് നിർബന്ധമാക്കിയാൽ ഒരു പക്ഷേ വിവാഹം എന്താണ്, അല്ലെങ്കിൽ ജീവിക്കേണ്ടത്, അത് ആവശ്യമുള്ളവർ മാത്രം വിവാഹം കഴിച്ച് ജീവിച്ചോട്ടെ.
അവിടെ എങ്ങനെയാണ് അടുത്ത തലമുറയെ നമ്മുടെ റെസ്പോൺസ് തീർച്ചയായിട്ടും അതൊരു ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതുവരെ അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് ചിന്തിച്ചിട്ടില്ല. അതൊരു പുതിയൊരു കൺസെപ്റ്റ് ആണ്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം ഓർഗനൈസേഷനിൽ അവര് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു കാര്യം അവരടുത്ത് സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. അപ്പോൾ ഒരു കുറച്ച് വലിയ ദിവസത്തിന്റെ മുന്നിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റി. കാരണം ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം സഹിച്ച് ജീവിക്കുക, നീ എന്ത് വന്നാലും സഹിച്ചവിടെ ജീവിക്കണമെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റാതെ നിസ്സഹായരായ സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, ജീവിതം ഹോമിക്കപ്പെട്ട് പോകുന്നവർ. പുറത്തിറങ്ങി വന്ന് ജീവിക്കാൻ, അന്തസ്സായി ജീവിക്കാനുള്ള ഒരു വഴി ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെടത്തില്ല. അതല്ല തിരിച്ചും അങ്ങനെയാണ്, ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യമാർ. അപ്പം ഇതൊന്നുമില്ലാതെ കുറച്ചുകൂടി ഒരു അച്ചടക്കം, അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, ഒരു വിവാഹം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു സൊസൈറ്റി, ഒരു ചെറിയ ഏറ്റവും കുടുംബം എന്ന് പറയുന്നത്, ആ ഒരു കുടുംബത്തെ എങ്ങനെ ആയിരിക്കണം അടുത്ത തലമുറയ്ക്ക് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കേണ്ടതെന്ന് ഒരു അവയർനെസ് നിർബന്ധമായിട്ടും വേണമെന്ന് ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് തോന്നുന്നു. കാരണം 25 വർഷം ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഇരുന്നതുകൊണ്ട് അത്രമാത്രം ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ടൂറിസത്തിന്റെ എങ്ങനെയാണ്? ടൂറിസം ഒരു വേ ഫോർവേഡ് ആണ്. നമ്മളെ സംബന്ധിച്ച് വലിയ ഇൻഡസ്ട്രീസ് കേരളത്തിൽ പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഉള്ള ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യണം. അതിന് ഏറ്റവും ആവശ്യം റോഡ്സ് ആണ്. റോഡ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഇത് ഒന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യം, ഏതൊരു ഫാസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻ ആണെങ്കിൽ അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന റോഡ്സ്. ഇവിടെ ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് റോഡാണ്. റോഡ് ടാർ ചെയ്താൽ തന്നെ ഒരു മടിയില്ലാതെ അപ്പം തന്നെ കുഴിക്കുക. അതൊക്കെ ഇഷ്യൂസ് ആണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അത് അഡ്രസ് ചെയ്ത് ഇപ്പൊ കുഴിച്ചെന്ന് വെച്ചോ, കുഴിച്ച ഒരാഴ്ചക്കുള്ളിൽ അത് നന്നാകും. അതിനൊരു പ്രൊവിഷൻ ഉണ്ടായേ പറ്റുള്ളൂ. അതെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഭാവിയിൽ എന്തായാലും മന്ത്രിയാവും. അപ്പോ ഏത് വകുപ്പാണ് ചാണ്ടി ആഗ്രഹിക്കുന്നത്? ഞാനങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് പാർട്ടിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്നവരിപ്പം നേരത്തെ പറഞ്ഞു ഗതാഗതം, ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ഞാനൊരു സജഷനോ കാര്യമോ ഒന്നും ഇപ്പൊ പറയുന്നത് ശരിയല്ല. ഇഷ്ടം എന്നാലും പറയാൻ ജനങ്ങൾക്ക് വേണ്ടി എപ്പോ എവിടെയാണെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പൊ അത് ആനിമൽ ഹസ്ബൻഡറി ആണെങ്കിലും, അത് ഏറ്റവും ചെറിയ വകുപ്പാണെങ്കിലും, ഏത് വകുപ്പാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ വകുപ്പൊന്നും ഇല്ലേലും MLA ആയിട്ട് അതിനെക്കാട്ടി ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഇത് ഹോബീസ് ഒക്കെ എങ്ങനെയാണ്? റീഡിംഗ് ഉണ്ട്, വായനയുണ്ട്. അതേപോലെ തന്നെ ഉള്ള സ്പിരിച്വൽ ബുക്സ് ഒക്കെ വായിക്കാറുണ്ട്. സ്പിരിച്വൽ ബുക്സ് വായിക്കാറുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂല് കേട്ടിരുന്നു, ഗീത, ബൈബിൾ, രാമായണം. നമുക്കൊരു ചെറുപ്പത്തിൽ തന്നെ എനിക്കൊരു അങ്ങനെ ഒരു സ്പിരിച്വൽ ഓറിയന്റേഷൻ ഉണ്ട്. ഈ പാരന്റ്സിന് ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരും. അപ്പൊ ചിലപ്പോൾ അവരുടെ ചില ബിഹേവിയറൽ പാറ്റേൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ചില എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, നമ്മൾ ഇൻവൈബ് ചെയ്യും. അത് നമ്മുടെ പാരന്റൽ ഈഗോയിൽ കിടക്കും, എവിടെ പോയാലും അതുണ്ടാവും. അങ്ങനെ അപ്പയുടെ നിന്ന് കിട്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ളത്. അത് തന്നെയാണ്, അൺകണ്ടീഷണൽ ആയിട്ട് അവരെ കേൾക്കുക. നമുക്ക് നമ്മുടെ പരിമിതിക്കുള്ളിൽ ചെയ്യാം. ഇപ്പം അദ്ദേഹം ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാധിക്കത്തില്ല. അദ്ദേഹം കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ട് ആയിരുന്നല്ലോ. അതെ, ഇൻട്രോവേർട്ട് ആണ്. ചാണ്ടി ഇൻട്രോവേർട്ട് ആണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ? സംസാരിക്കുമെന്നായിരിക്കും. ശരി. വിവാഹത്തെ കുറിച്ചൊക്കെ സമയമാകുമ്പോ എന്തായാലും അതിലും ഒരു മൈൻഡിൽ അങ്ങനെ ഒരു പങ്കാളി ഇങ്ങനെ ആയിരിക്കണം, സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല പബ്ലിക്കിൽ. തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് വെക്കുക എന്നുള്ളതാണ്. വെരി ഗുഡ്. എന്നാലും അങ്ങനെ ഒരു നല്ല പങ്കാളിയെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾക്കറിയാം കോളേജ് രാഷ്ട്രീയം, എൻ്റെ അഭിപ്രായത്തിൽ കോളേജ് രാഷ്ട്രീയം വേണമെന്ന് തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കുണ്ടാകണം. അത് കോളേജിലാണ് അവർ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോളേജിലെ രാഷ്ട്രീയം, ചാണ്ടി ഉമ്മൻ പഠിച്ച ഡൽഹി കോളേജ് ക്യാമ്പസ് അറിയാം, ആ ക്യാമ്പസിന്റെ രാഷ്ട്രീയവും ഇവിടുത്തെ രാഷ്ട്രീയവും തമ്മിൽ രണ്ടും രണ്ടാണ്. പക്ഷെ ഞാൻ പഠിച്ച കോളേജ് രാഷ്ട്രീയമില്ലായിരുന്നു, പക്ഷെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. രാഷ്ട്രീയമില്ലാത്ത പൊളിറ്റിക്സ് ആയിരുന്നു. ഇലക്ഷൻ ഞാൻ ജയിച്ചു. എന്നോട് എല്ലാ പാർട്ടിക്കാരും ഉള്ളൊരു, അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് പൊളിറ്റിക്സ് വേണം, പക്ഷെ പൊളിറ്റിക്സ് ഓവർ ആവരുത്. അപ്പൊ നമുക്ക് ഒരു പരിധിക്കുള്ളിൽ നിന്ന് വേണം പൊളിറ്റിക്സ് വരാൻ. ആ ബൗണ്ടറി ഇടാൻ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് പറ്റുന്നുണ്ടോ? അതങ്ങോട്ട് സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ. പ്രത്യേകിച്ച് വയലൻസ് ക്യാമ്പസിൽ കൂടുന്നത്. ഇപ്പൊ JNUവിലുണ്ട് നല്ല പൊളിറ്റിക്സാ, ഒരു വഴക്കുമില്ല. ആ പൊളിറ്റിക്സ് ആണെങ്കിൽ നമ്മൾ ടോട്ടലി അത് മുന്നോട്ട് പോകണം തന്നെയായിട്ട്. ഇവിടെ വൈകാരികമായി റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പോയിട്ടുണ്ട്. പൊളിറ്റിക്സിലാണെങ്കിലും, കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും, ക്യാമ്പസിലാണെങ്കിലും, ബാക്കിയുള്ള ഏത് ഇൻഡസ്ട്രിയിൽ എടുത്താലും ഒരു വൈകാരിക
ഇടപെടൽ കൂടുതൽ, അതായത് റിയാക്ഷൻ മോഡിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു വൈകാരികത കൂടുതലാണ്. പിന്നെ ഭയങ്കര റൂൾസിൽ നമ്മൾ പിടിച്ചു നിൽക്കും. ചില കാര്യങ്ങൾ നമ്മൾ റൂൾസ് മാറാറേയില്ല. പക്ഷെ ചില കാര്യങ്ങൾ റൂൾസ് ഒട്ട് ഫോളോ ചെയ്യാറില്ല. രണ്ട് എക്സ്ട്രീം പലപ്പോഴും ഇവിടെ നമ്മൾ കാണാറുണ്ട്. അപ്പയുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ആയിട്ടുള്ള നല്ല റിലേഷൻഷിപ്പിലായിരിക്കും. തീർച്ചയായിട്ടും അല്ലാതെ തന്നെ സ്വന്തം തലത്ത് അല്ലെങ്കിൽ ഒരു ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ സർക്കിളിൽ വരുന്ന നല്ല സൗഹൃദങ്ങളുണ്ടോ? പിന്നെ ഒത്തിരി പേരുണ്ട്. പുറത്തുള്ളവരാണോ? നമ്മളാണ് കൂട്ടത്തിലുള്ളവര്. കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാണ്. യാത്രകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ടാവും. യാത്ര ഒരുവിധം. ഓക്കെ. അപ്പൊ കേരളത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് കേരളം ഗോഡ്സ് ഓൺ കൺട്രി ഒരുപാട് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സമയത്ത്, ഈ ഒരു അടുത്ത 5 വർഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളില്ലേ? തീർച്ചയായിട്ടും ആ ഒരു തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ ഗവൺമെന്റിൽ, മുഖ്യമന്ത്രിയിൽ അദ്ദേഹം ഒത്തിരി കാര്യം ചെയ്യും എന്നുള്ള പ്രതീക്ഷ. ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാമോ ടൂറിസത്തിന്? നമ്മുടെ സീ പ്ലെയിൻ തന്നെ, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന സീ പ്ലെയിൻ, അത് സീ പ്ലെയിൻ തന്നെ ഈ സർക്കാർ നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യം. അത് അദ്ദേഹത്തിന്റെ കാലത്ത് പിന്നെ അദ്ദേഹം കൊണ്ടുവന്നതാണ്. പക്ഷെ അന്ന് എതിർപ്പുണ്ടായി, നടത്തിയില്ല. ഈ കഴിഞ്ഞ സർക്കാർ നടത്തുമെന്ന് പറഞ്ഞു, ഒരു ദിവസം ഒന്ന് ഫ്ലൈറ്റ് വാങ്ങി, പിന്നെ ഒന്നും കണ്ടിട്ടില്ല. ഈ സർക്കാർ പൂർത്തിയായിരിക്കട്ടെ എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിക്ക് ഇത് ചെയ്യാൻ പറ്റാത്തൊക്കെ വി ഡി സതീശന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അതെല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുകയും ഫുൾ സപ്പോർട്ട്, അതുകൊള്ള ചോദ്യം. അപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഉള്ള ചാണ്ടിയമ്മൻ. അടുത്ത ഏറ്റവും നല്ലൊരു മന്ത്രി കസേരയിലിട്ട് വരട്ടെ, ഈ മുഖ്യമന്ത്രി വരെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പേഴ്സണലായിട്ട് എല്ലാ ആശംസകളും ഞങ്ങളുടെ ടീമിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.